ഹലോ, എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒരു 2 മിനിറ്റെങ്കിലും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. വിഷമില്ലാത്ത മല്ലിച്ചീര നമുക്ക് നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് വളർത്താം. അപ്പോൾ എന്നും തന്നെ നമുക്ക് മല്ലിച്ചീര വളർത്താം. ഞാനിത് ചെറിയൊരു ഉള്ളിക്കൊട്ടയില്ലേ, നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് വെക്കുന്ന കൊട്ട, അത് പൊട്ടിയപ്പോൾ അതിലൊരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് അതിലാണ് ഞാൻ ഈ മല്ലിച്ചീര കൃഷി ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ളത് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ വിത്ത് പാകി എങ്ങനെയാണ് മുളപ്പിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് മല്ലി വിത്ത്. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച വിത്താണ്. ഇനി നമ്മൾ കറി വെക്കാനൊക്കെ മേടിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള മല്ലിയാണെങ്കിലും എടുക്കാം. അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ പുറന്തോട് പൊട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഒരുപാട് അമർത്തി പൊട്ടിക്കരുത്, അതിൻ്റെ തോട് പൊട്ടുന്ന രീതിയിൽ മാത്രം ഒന്ന് പൊട്ടിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ പൊട്ടിച്ചെടുക്കുക. ഈ മല്ലിവിത്ത് മുളക്കുവാൻ കുറച്ച് പ്രയാസമാണ്, അതുകൊണ്ടാണ് ഇതുപോലെ പൊട്ടിച്ചെടുക്കുന്നത്. പിന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഈ വിത്ത് ഇട്ട് കൊടുക്കുക. ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അല്ലെങ്കിൽ രാത്രി ഇതുപോലെ ചെയ്ത് വെച്ചാൽ രാവിലെ നമുക്ക് വിത്തെടുത്ത് പാകാം. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് ചെയ്ത് വെക്കുന്നത്, രാവിലെ എടുത്ത് പാകും. അപ്പോൾ ഇത് ഞാൻ പോട്ടിംഗ് മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് മല്ലിച്ചീര വളർത്തുന്നതും നേരിട്ടാണ് വിത്ത് പാകുന്നത്. ഇതിപ്പോൾ ട്രീറ്റ് ചെയ്ത മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും കുറച്ച് ഉമിയും മാത്രം ഞാൻ ഇതിലിട്ടിട്ടുള്ളൂ. വേറെ ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. ഇതുപോലെ നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. ഇത് ഞാൻ റെഡിയാക്കി വെച്ചിട്ട് 2-3 ദിവസമായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ രാത്രി വിത്ത് വെള്ളത്തിലിട്ടത്. ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെയായി. ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ മല്ലി വളർത്താനുള്ള ചട്ടിയും മണ്ണുമൊക്കെ നമ്മൾ 2 ദിവസം മുമ്പ് തന്നെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കുക. ഒരുപാട് നേരമൊന്നും വെക്കണ്ട, ആ നനവൊന്ന് വിട്ട് മാറാൻ വേണ്ടി മാത്രം വയ്ക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് നേരമായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് പിന്നെയും വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇത് ഞാനത് പാകി കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മല്ലിയില നല്ല തിക്കായിട്ട് തന്നെ വിതറി കൊടുക്കണം. നേരിയ ഒരു തണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ഇതുപോലെ കൂട്ടത്തോടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് കൂട്ടത്തോടെ വളർന്നു വരും. ഇനി ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. ഒരുപാട് മുങ്ങിപ്പോവരുത്. ആ വിത്ത് കാണാതിരിക്കാവുന്ന രീതിയിൽ മാത്രം ഒന്ന് മേളിൽ കൂടി ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ നനച്ച് കൊടുക്കുക. ഇനി ഒരാഴ്ച 1.5 ആഴ്ച കൊണ്ട് ഇത് വളർന്നു വരും. ആദ്യത്തെ വട്ടം മാത്രം ഇതുപോലെ നല്ല രീതിയിൽ നനച്ചു കൊടുത്താൽ മതി. അതിനുശേഷം മണ്ണ് ഡ്രൈ ആവുന്നത് പോലെ ഒന്ന് ചെറിയ രീതിയിൽ നനച്ചു കൊടുത്താൽ മതി. 1 മാസമൊക്കെ പിടിക്കും ഇത് കുറച്ചധികമായിട്ട് വളർന്ന് കിട്ടാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.